അസാധാരണവും അപ്രതീക്ഷിതമായൊരു വലിയ ദുരന്തത്തിനാണ് ഇന്ന് വയനാട് സാക്ഷിയായത്. രാവിലെ പുലർച്ചെ 2 മണിയോടുകൂടി ചൂരൽമലയിൽ ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടാകുന്നു. അതിനുശേഷം അത് മുണ്ടക്കൈയിലേക്കും ഉരുൾപൊട്ടൽ വ്യാപിക്കുന്നു. കള്ളാടിപ്പുഴയിലേക്ക് അവിടെ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നു. വലിയ രൂപത്തിലുള്ള പുഴവെള്ളം, മലവെള്ളം എല്ലാം ഒലിച്ചിറങ്ങുന്നു. ഏതാണ്ട് നമുക്കറിയാം, ഇവിടെയാണ് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം. ഈ പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് ആദ്യമുണ്ടാകുന്ന ഉരുൾപൊട്ടൽ, അതിനുശേഷം അവിടെ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങുന്നു. ആ ഒലിച്ചിറങ്ങുന്ന ജലം കള്ളാടിപ്പുഴയിലേക്ക് എത്തുന്നു. കള്ളാടിപ്പുഴ പിന്നെ ജനവാസ കേന്ദ്രത്തിലേക്ക് മാറുകയാണ്. ഈ കള്ളാടിപ്പുഴയിൽ നിന്നാണ് ഈ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമുള്ള ഒഴുക്ക് ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് ആദ്യം ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിൽ തന്നെ വലിയ രൂപത്തിലുള്ള പാറകളും അതിനുശേഷം വലിയ മരങ്ങളും, വനമേഖലയാണ്. നമുക്കറിയാം, വയനാടിൻ്റെ ഒരു ഭൂപ്രകൃതി വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിന്നുള്ള വലിയ കല്ലുകൾ, മരങ്ങൾ എല്ലാം കള്ളാടിപ്പുഴയോട് ചേരുന്നു. അവിടെ നിന്ന് ഒലിച്ചിറങ്ങുന്നു. അത് ജനവാസ മേഖലയിലേക്ക് വരുന്നു. ഈ ഉരുൾപൊട്ടലിന് ശേഷം പിന്നീടൊരു ഉരുൾപൊട്ടൽ കൂടി ഉണ്ടാകുന്നു. അത് മുണ്ടക്കൈയിലാണ്. അതുകൂടി ആകുമ്പോഴേക്കും ഈ അപകടത്തിൻ്റെ വ്യാപ്തി അത് വലിയ രൂപത്തിൽ വലിയ അപകടത്തിലേക്ക് വഴിമാറുകയാണ്. പുലർച്ചെ സമയമാണ്, ആളുകൾ ഉറങ്ങുന്ന സമയമാണ്. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ കൂടി ഉണ്ടാകുന്നതോടെ കള്ളാടിപ്പുഴ വലിയ രൂപത്തിൽ രൗദ്രഭാവം പ്രാപിക്കുന്നു. ജനങ്ങൾ ഉറങ്ങുന്നു, ജനവാസ മേഖലയിലേക്ക് എത്തുന്നു. മുണ്ടക്കൈയിലും വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുന്നു. ഈ കാണുന്നതെല്ലാം, ഇപ്പോൾ ഈ കാണുന്ന പച്ചപ്പും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. നമ്മൾ ആകാശ ദൃശ്യങ്ങൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങളിൽ ഇത്തരമുള്ള ഒരു പച്ചപ്പൊന്നുമില്ല. ഇത് പൂർണ്ണമായും ചെളിയിലടിഞ്ഞ ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. ഈ മുണ്ടക്കൈയിൽ ഇവിടെയാണ് വലിയ ജനവാസ കേന്ദ്രം. ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് 400ഓളം കുടുംബങ്ങളുള്ളൊരു പ്രദേശമായിരുന്നു ഇത്. ഈ 400ഓളം കുടുംബങ്ങളിൽ ഇപ്പോൾ ആരുമില്ല. ഈ വീടുകളിൽ ഏതാണ്ട് ശേഷിക്കുന്നത് ചുരുക്കം, വിരലിൽ എണ്ണാവുന്ന വീടുകൾ മാത്രമാണ് ഈ പ്രദേശത്ത് ശേഷിക്കുന്നത്. ഇവിടേക്ക് വരുന്നതോടുകൂടിയാണ് ഈ പുഴയുടെ രൗദ്രഭാവം വലിയ രൂപത്തിലാകുന്നത്. വീടുകളിലേക്ക് ചെളി എത്തുന്നു, അതോടൊപ്പം തന്നെ മണ്ണടിഞ്ഞു കൂടുന്നു. അതോടൊപ്പം ഈ പറയുന്ന മരങ്ങൾ, നമ്മൾ രാവിലെ മുതൽ തന്നെ വിഷ്വൽ കണ്ടതാണ്, ദൃശ്യങ്ങൾ കണ്ടതാണ്. വലിയ രൂപത്തിലുള്ള വലിയ മരങ്ങൾ, വനമേഖലയിലുള്ള മരങ്ങൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു, വീടുകൾക്കകത്തേക്ക് കയറുന്നു. അവിടേക്ക് ആർക്കും എത്താനാകാത്ത അവസ്ഥ. അവർ വീടുകൾക്കകത്ത് നിന്ന് വാട്സപ്പിലടക്കമുള്ള സന്ദേശങ്ങൾ പുലർച്ചെ 4 മണിയോടുകൂടി രക്ഷാപ്രവർത്തകർ കൈമാറുന്നു. അങ്ങനെയാണ് അവിടേക്ക് ആദ്യം നാട്ടുകാർ ഓടിയെത്തുന്നത്, നാട്ടുകാർ സംഘടിച്ചെത്തുന്നത്. ഓടിയിറങ്ങുന്ന ആളുകൾ, രക്ഷ തേടി ഇറങ്ങുന്ന ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇതാണ് ആ മസ്ജിദ്. നമുക്കറിയാം, ഈ മസ്ജിദിലാണ് ആദ്യം ആളുകൾ രക്ഷ തേടി എത്തിയത്. കൂടുതൽ ആളുകൾ ഇവിടെ സംഘടിക്കുന്നു. പക്ഷേ പുഴ ശക്തി പ്രാപിക്കുന്നതോടെ ഇവിടെയും നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ നിന്നാണ് കൂടുതൽ ആളുകൾ പിന്നീട് മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, ഉയരപ്രദേശങ്ങളിലേക്ക് മാറുന്നതായി പറയുന്നത്. അവിടെ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടെയാണ് സൈന്യം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ആ സൈന്യത്തിൻ്റെ ആദ്യത്തെ ട്രൂപ്പ് എത്തിയത്. ഇവിടെയാണ്, ഈ മസ്ജിദ് കേന്ദ്രീകരിച്ചാണ്, ഇപ്പോൾ ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആളുകൾ ഇവിടെ എത്തി എന്ന് പറയപ്പെടുന്നത് കൊണ്ട് തന്നെ ഈ ആളുകളെ ഇനി കണ്ടെത്താനുണ്ട്. അവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ പുഴ ഇവിടെ നിന്ന് വീണ്ടും ഒഴുകുന്നു. പുഴ അതിശക്തമായി ഒഴുകുന്നു. ആളുകൾക്ക് ഒരു കാരണവശാലും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം. ഇവിടെയെല്ലാം ഈ സാധാരണ പ്രദേശങ്ങളായ, ജനവാസ കേന്ദ്രങ്ങളായ ഇവിടേക്കെല്ലാം ഈ പുഴയുടെ വ്യാപ്തി എത്തുന്നു. ഏതാണ്ട് ആളുകൾ പിന്നീട് രക്ഷ തേടി എത്തേണ്ട ഒരു സ്ഥലമായിരുന്നു വെള്ളരിമല ഹൈസ്കൂൾ. എപ്പോഴെല്ലാം ഇവിടെ മഴക്കാലം ഉണ്ടാകുന്നു അവിടെയെല്ലാം ആളുകളെ സുരക്ഷിത കേന്ദ്രം എന്ന നിലയിൽ മാറ്റിപ്പാർപ്പിക്കുന്നത് ഈ വെള്ളരിമല സ്കൂളിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ഈ പ്രദേശമെല്ലാം ഇപ്പോൾ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഈ വീടുകൾ ഇല്ല. ഇപ്പോൾ ഏതാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കുകൾ പ്രകാരം 400ഓളം കുടുംബങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 2 വാർഡുകളാണിത്. ഇത് ചൂരൽമലയും മുണ്ടക്കൈയും എന്ന് പറയുന്ന 2 വാർഡുകളാണ് ഈ പ്രദേശം. മേപ്പാടി പഞ്ചായത്തിൻ്റെ 2 വാർഡുകളാണ്. തൊട്ടപ്പുറത്ത് കുറ്റ്യാടി മുനിസിപ്പാലിറ്റിയും താഴെ ഏറനാട് താലൂക്കുമാണ്. ഈ പ്രദേശം അതിനപ്പുറം അമ്പലവയലാണ്. ഇത് വയനാട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമാണിത്. ഇവിടേക്ക് ഈ വെള്ളാർമല സ്കൂളിലേക്ക് വെള്ളം ഒലിച്ചെത്തുന്നതോടുകൂടി ദുരന്തത്തിൻ്റെ വ്യാപ്തി വളരെ വലുതാകുന്നു. ഈ സ്കൂളിൻ്റെ ഏതാണ്ട് 2 നിലയിലധികം ചെളി അടിഞ്ഞ അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത്. ഇവിടെയും ആളുകൾ ഉണ്ടോ എന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, സൈന്യം തെരച്ചിൽ നടത്തുന്നുണ്ട്. സൈന്യം ഇവിടെ നിന്നാണ് ഇനി എയർലിഫ്റ്റിങ്ങിനുള്ള ശ്രമം ആരംഭിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പുഴ വീണ്ടും ഒഴുകുകയാണ്. പുഴ ഒഴുകിയിറങ്ങുന്നു. രാവിലെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ആളുകൾക്ക് രക്ഷ തേടിയെത്താൻ, ഈ വിളിച്ചു പറഞ്ഞ ആളുകളെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർ എത്തേണ്ട പ്രദേശമായിരുന്നു ഈ ചൂരൽമലയിലെ പാലം. ഇതാണ് ചൂരൽമല പാലം. ഇതാണ് ഈ പ്രദേശത്തേക്കുള്ള ഏക വഴി. ഈ വഴിയിലൂടെയാണ് എല്ലാ അർത്ഥത്തിലും ആരോഗ്യ പ്രവർത്തകരും നമ്മൾ സാധാരണ യാത്രക്കാരും എല്ലാം എത്തും. നമുക്കറിയാം, ഇതൊരു ടൂറിസം കേന്ദ്രം കൂടിയാണ്, ചെറിയ ടൂറിസം കേന്ദ്രം. ഇവിടേക്ക് ആളുകൾ എത്തുന്ന വഴിയാണിത്, ഈ പാലമാണിത്. ഈ പാലം ഈ കുത്തിയൊലിച്ചിറങ്ങിയ വെള്ളത്തിൽ, ഈ മലവെള്ളപ്പാച്ചിലിൽ രാവിലെ 4 മണിയോടുകൂടി, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ എപ്പോഴോ ഈ പാലം ഒലിച്ചുപോയി. അതോടുകൂടി ആർക്കും ഈ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപകടത്തിൻ്റെ വ്യാപ്തി വലുതാക്കിയത്, ദുരന്തത്തിൻ്റെ വ്യാപ്തി വലുതാക്കിയത്, മരണസംഖ്യ വർദ്ധിക്കാനിടയാക്കിയത് എല്ലാം ഈ പാലം ഇല്ലാതായതോടുകൂടിയാണ്. ഈ പ്രദേശത്ത് നിന്ന്
വീണ്ടും ഈ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ അപകടത്തിൻ്റെ വലിയ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ നിന്നാണ് ആദ്യം മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. അതായത് പോത്തുകല്ല് പ്രദേശത്ത്, അത് ചാലിയാറിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്. 25 കിലോമീറ്ററിന് അകലെ വരെ ഇന്നലെ തന്നെ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കോളനിവാസികൾ ഇറങ്ങി നിൽക്കുമ്പോഴാണ് രാവിലെ മൃതദേഹങ്ങൾ ഒഴുകി വരുന്ന കാഴ്ച കാണുന്നത്. ഏതാണ്ട് പുലർച്ചെ 2 മണിക്കുണ്ടായ അപകടം. അതിനുശേഷം രാവിലെ 9 മണിയോടുകൂടി തന്നെ ഈ 25 കിലോമീറ്ററിനപ്പുറത്ത് പോത്തുകല്ലിൽ മൃതദേഹങ്ങൾ കാണുന്നു. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ. നമുക്കറിയാം, ഏതാണ്ട് 12-13 മണിക്കൂർ പിന്നിടുന്നതോടുകൂടി 50ലേക്ക് മരണമെത്തുന്നു. അത് കഴിഞ്ഞ് മരണസംഖ്യ വലുതാകുന്നു. ഏതാണ്ട് 115 മരണത്തിലേക്ക് എത്തുന്നു. 100-ലേറെ പേർ ഇനിയും രക്ഷപ്പെടാനുണ്ട്. അവർ എവിടേക്കോ കുടുങ്ങിക്കിടക്കുന്നു. അവർക്കായിട്ട് സൈന്യം തെരച്ചിൽ നടത്തുന്നു. 115-ലധികം ആളുകൾ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനുശേഷം ഇവിടെ നിന്ന് മേപ്പാടിയിലേക്കും കൽപ്പറ്റയിലേക്കും സുൽത്താൻ ബത്തേരിയിലൊക്കെ ആളുകളെ എത്തിക്കാനുള്ളൊരു ശ്രമം NDRFിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇപ്പോൾ സൈന്യം കൂടി ഇറങ്ങുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ വ്യാപിക്കുകയാണ്. രക്ഷപ്പെടുത്താനുള്ളവരെ, ഇനിയും വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ സൈന്യം ശ്രമിക്കുകയാണ്.